2021 ഞാനും എൻ്റെ വൈഫും കൂടി എവറസ്റ്റ് കയറാൻ പോയി. ഓക്കെ, ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഒരു എന്താ പറയുക 1 ഇയറോളം ഞങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് വെൽഡായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയ സമയത്ത് എവറസ്റ്റിൻ്റെ ഹൈറ്റ് നിങ്ങൾക്കറിയാം, എവറസ്റ്റ് ബേസ് ക്യാമ്പാണ്. 5000 6000 സംതിങ് കണ്ട് വരും, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ ഒറ്റയടിക്ക് കയറി പോകാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ പോയി ഇറങ്ങി ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഓൾട്ടിറ്റ്യൂഡ് താങ്ങാൻ പറ്റില്ല. അത് ബിസിനസ്സിൽ പറഞ്ഞ പോലെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, 4, 5 ഈ 5th സ്റ്റേജിൽ ഒറ്റയടിക്ക് പോയി നിൽക്കാൻ പാടില്ല. എന്താ കാരണം വെച്ചാൽ ആ ഒറ്റയടിക്ക് പോയ ആ ഓൾട്ടിറ്റ്യൂഡ് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എവറസ്റ്റിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാൻ ഈ ലേൺ ചെയ്തത്. എങ്ങനെ ഞാൻ ആ സമയത്ത് ഓൾറെഡി സ്റ്റെപ്പ് 1ഉം 2ഉം കഴിഞ്ഞ് 3യിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ എവറസ്റ്റിൽ പോകുന്നത്. ഞാൻ നേരെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3 ക്യാൻസൽ ചെയ്തിട്ട് നേരെ ഇറങ്ങി സ്റ്റെപ്പ് 2ലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ സ്റ്റെപ്പ് 2ലേക്ക് ഇറങ്ങി വരാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡും അത്രയും തണുപ്പുള്ളൊരു സ്ഥലമാണ്. അവിടെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടിയിരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ട്രെയിനിങ് തന്നു. ഫസ്റ്റ് ഡേ ലുക്ല എന്ന് പറഞ്ഞൊരു എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത്, ആ ലുക്ല എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് മിനിമം 1 day യു ഹാവ് ടു സ്റ്റേ ഹിയർ ടു സ്റ്റാർട്ട് യുവർ വാക്കിംഗ് ടു ദ എവറസ്റ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. അത്രയും മിനിമം നമ്മൾ ആ സമയം അവിടെ സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഓൾട്ടിറ്റ്യൂഡ് വളരെ കുറഞ്ഞതേ ഉള്ളൂ, 3000 സംതിങ് കൊണ്ട് ആ ഓൾട്ടിറ്റ്യൂഡ് ഉള്ളൂ. ആ ഓൾട്ടിറ്റ്യൂഡ് എനിക്കും എൻ്റെ ബോഡിക്കും താങ്ങുന്ന ലെവലിലേക്ക് എന്നെ 1 year അവിടെ ക്ലൈമറ്റൈസേഷൻ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്ത് ആവശ്യമിരിക്കുന്നുള്ളത്. പിറ്റേ ദിവസം മനസ്സിലായി ഞാൻ കയറി പോകുന്തോറും അവിടെ ഓക്സിജൻ്റെ അളവ് കുറവാണ്. അവിടെ ഒരുപാട് എൻ്റെ ബോഡി നോർമൽ നടക്കുന്ന പോലെ എല്ലാം അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ ഇതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ക്ലൈമറ്റൈസേഷൻ ഞാൻ ചെയ്തത്.